ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം തകർത്തെറിഞ്ഞത് 2 ഗ്രാമങ്ങളെ മാത്രമല്ല, ഒരു ജനതയുടെ അതിജീവനത്തിന്റെ ജീവനോപാധികളെ കൂടിയാണ്. ഇത് 900 കണ്ടി എന്ന് പറയും. ഇവിടെ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ അപ്പുറത്താണ് ചൂരൽമല എന്ന ഈ ദുരന്തം ഉണ്ടായ സ്ഥലം. ഈ വിനോദസഞ്ചാര മേഖല പ്രധാനമായി 900 കണ്ടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് ഇവിടെയുള്ള സാധാരണക്കാരിൽ അതിസാധാരണക്കാരായ ഡ്രൈവർമാർ, അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി നോക്കിയിരുന്ന ആളുകളൊക്കെ. ചേട്ടാ, കഴിഞ്ഞ 2-3 ആഴ്ചയായി ഇപ്പോൾ മുഴുവൻ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അവിടെ ഒരു 219 ജീപ്പ് ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അത് ഓരോ ടേൺ അനുസരിച്ച് ഓരോരുത്തർ പോയി വന്ന് അങ്ങനെ ടേൺ അനുസരിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും ഒരു തുല്യമായ വേതനം കിട്ടിയിരുന്നു. അതുകൊണ്ട് നല്ല സന്തോഷമായിട്ടാണ് എല്ലാവരും ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പെട്ടെന്ന് ഇങ്ങനെ വന്ന് അടച്ചു പൂട്ടിയപ്പോൾ മൊത്തത്തിൽ എല്ലാവരും വളരെ പ്രതിസന്ധിയില്ല. അതിലിപ്പോ റിട്ടയർഡ് ഗൾഫിൽ പോയി വട്ടം കറങ്ങി വന്നവനും, റിട്ടയർഡായ ആർമി, അങ്ങനെ ഉദ്യോഗമില്ലാതെ സിവിൽ എഞ്ചിനീയർമാർ വരെ. എന്റെ ഒരു പെങ്ങളെ മോൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ മുണ്ടക്കൽ താമസിച്ചിരുന്ന സിവിൽ എഞ്ചിനീയറാണ്. ജോലിയൊന്നുമില്ലായിരുന്നു. അപ്പൊ ഇവിടെ ടാക്സി ഓടാൻ വരും. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, തൊഴിൽരഹിതരായ ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ ജോലി ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം വീണ്ടും ഒറ്റയടിക്ക് നിന്നിരിക്കുകയാണ്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി തരണം. കാരണം ഇത്രയും ഒരു സംഭവം നടന്നതിന്റെ പേരിൽ ഇത്രയും ഒരു വലിയ മേഖലയിലുള്ള ആളുകൾക്ക് മുഴുവൻ തൊഴിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. എങ്ങനെയായിരുന്നു ഈ സംവിധാനം ഓടിച്ചുകൊണ്ടിരുന്നത്? എല്ലാ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ്. ഈ 219 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 130-140 വണ്ടികളും എന്തായാലും ലോണും കാര്യങ്ങളായിട്ടാണ്. പുതിയ ചെറുപ്പക്കാരാണ് കൂടുതൽ വന്നിട്ടുള്ളത്. നമ്മളൊക്കെ 10-20 വർഷങ്ങളായിട്ട് ഈ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്. വേറൊരു തൊഴിലിലേക്ക് പെട്ടെന്ന് മാറാൻ കഴിയാത്തൊരവസ്ഥയും കൂടിയാണ്. എന്താ വേറെ തൊഴിലെടുക്കാൻ നമുക്ക് അറിയില്ല. ഈ ഡ്രൈവിംഗ് അല്ലാണ്ട് വേറൊരു കാര്യങ്ങളും ചെയ്യാൻ അറിയില്ല. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ അടച്ചിടാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ അറിയിപ്പ് എപ്പോൾ മാറും എന്ന് നമുക്ക് ഇതുവരെ പറയാൻ കഴിയില്ല. അപ്പൊ നിങ്ങളുടെ ഉപജീവനം എങ്ങനെയാണ് ഇപ്പോൾ? ഇപ്പം പറഞ്ഞാൽ വളരെ അവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ കടകളിലൊക്കെ പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് സാധനങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അവര് പിന്നീട് തന്നാൽ മതി എന്നുള്ള കണ്ടീഷനിലെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ കുടുംബം കഴിയുന്നുണ്ട്. ഇതിങ്ങനെ ഓവറായി കഴിഞ്ഞാൽ അവർക്കും ഒരു പരിധി ഉണ്ടാവില്ല. നമുക്ക് സാധനങ്ങളും മറ്റുള്ള കടങ്ങളൊക്കെ തരുന്നതിന്. ഒരു റിസോർട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നവരാണ് നസീം. നസീമെ, എത്ര ദിവസമായി ഇത് തുറന്നിട്ട് നിങ്ങളുടെ സ്ഥാപനം? 17-20ഓളം ദിവസമായിട്ട് ഇപ്പൊ ക്ലോസ്ഡ് ആണ്. ഇവിടെ എത്ര റിസോർട്ടുകളുണ്ട് ഈ മേഖലയിൽ? ഇവിടുന്ന് താഴത്തുനിന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം 23ഓളം പ്രോപ്പർട്ടി ചെറുതും വലുതായിട്ടുണ്ട്. എല്ലാവരും ടൂറിസം ബേസ് ചെയ്ത് ഇപ്പൊ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നവരും അല്ലാത്തതുമായി സ്റ്റേ ചെയ്ത് വരുന്നവരും ഒരുപാട് പേര്. ഇപ്പോൾ വീക്കെൻഡ്സ്, സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേര് വരും. അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ആവറേജ് രീതിയിലാണ് ഗസ്റ്റുകളുടെ ഒരു ഫ്ലുവൻസി. ഇല്ലില്ല, തുറക്കുന്നില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച മുതലൊന്ന് തുറന്നേ ഉള്ളൂ. ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് ആകെ ഒരു. ഇതെങ്ങനെയാണ്, ചായക്കടയായിരുന്നോ അതോ? ഈ ഡ്രൈവർമാർക്കൊക്കെ എല്ലാം ഫുഡ് ഉണ്ടാക്കി കൊടുത്തു ഞാനായിരുന്നു. ഇവിടെ ഈ ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് സമീപ സ്ഥലങ്ങളിലെയും വയനാട്ടിലെ മറ്റ് പ്രദേശങ്ങളിലെയും വിനോദസഞ്ചാര മേഖലകൾ ഏതാണ്ട് ഏറെക്കുറെ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിൽ ഏതാനും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടുത്ത ദിവസം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ തുറക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിമാരുടെ ഉപസമിതി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമായാൽ മാത്രമേ അതിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരിൽ ഏതാനും പേർ മാത്രമാണ് അവർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. പ്രകൃതിക്ഷോഭങ്ങളെ സംബന്ധിച്ച കൃത്യമായ മാനദണ്ഡങ്ങൾ അത് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഈ വിനോദസഞ്ചാര മേഖലകൾ ഭാഗികമായെങ്കിലും തുറന്നു പ്രവർത്തിക്കാനുള്ള അവസരം നൽകിയില്ല എങ്കിൽ നമുക്ക് മുമ്പിൽ ഇത്തരത്തിൽ സഹായഹസ്തം നീട്ടിയെത്തിയ നിരവധി ആളുകളുണ്ട് ഈ ദുരന്ത മേഖലകളിൽ. അവരുടെയൊക്കെ ജീവിതം ഇനി അങ്ങോട്ട് പ്രതിസന്ധിയിലാകുന്ന ദുരിതപൂർണമായ കാഴ്ചകൾക്ക് കൂടി മേപ്പാടിയും പരിസരവും സാക്ഷ്യം വഹിക്കേണ്ടി വരും. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.